ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എംഎസ് സൊല്യൂഷൻ. ഇറ്റ്സ് യുവർ മിഷാൻ സാർ. ഞാൻ പറയാൻ പോകുന്നത് എന്താ അറിയോ? ലെങ്ത് അഥവാ നീളം. ഇതിന് ഒരുപാട് യൂണിറ്റ് ഉണ്ട്. നമുക്കൊക്കെ അറിയാം. മില്ലിമീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്. സാർ മില്ലിമീറ്ററിൽ തന്നെ എങ്ങനെ സെന്റിമീറ്റർക്ക് മാറ്റുക, സെന്റിമീറ്ററിൽ തന്നെ എങ്ങനെ മീറ്ററിലേക്ക് മാറ്റുക, മീറ്ററിൽ തന്നെ എങ്ങനെ കിലോമീറ്ററിലേക്ക് മാറ്റുക, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ സിമ്പിൾ ട്രിക്കാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കണം. ഇതിന്റെ ഡീറ്റെയിൽഡ് സാധനങ്ങൾ ഞാൻ വൃത്തിക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോടാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം ഇവർ തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, മില്ലിമീറ്ററും സെന്റിമീറ്ററും തമ്മിലുള്ള ബന്ധം 10 ഓർത്ത് വെക്കുക. മില്ലിമീറ്ററും സെന്റിമീറ്ററും തമ്മിലുള്ള ബന്ധം 10. ഓക്കെ, സെന്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള ബന്ധം 100. മീറ്ററും കിലോമീറ്ററും തമ്മിലുള്ള ബന്ധം 1000. ഇതാണ് എൻ്റെ മക്കൾ ആദ്യം ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, ഇവർ നമ്മളെ ബന്ധം ആദ്യം പഠിച്ചു വെക്കുക. മില്ലിമീറ്ററും സെന്റിമീറ്ററും 10. സെന്റിമീറ്ററും മീറ്ററും 100. ഇനി കിലോമീറ്ററും അതുപോലെ തന്നെ മീറ്ററും തമ്മിലുള്ള ബന്ധം 1000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറേ എന്താണ് സാർ ഉദ്ദേശിച്ചത് പറഞ്ഞുതരടാ. ഓക്കെ, നോക്കിയിരുന്നാൽ മതി, സാർ സെറ്റാക്കി തരാം. എന്താണ് ഞാൻ ഉദ്ദേശം എന്നുള്ളത് സെറ്റാക്കി തരാം. നോക്കണേ. അതായത് ഇവിടുന്ന് ചോദ്യം വരും, മില്ലിമീറ്ററിന് സെന്റിമീറ്റർ ആക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എഴുതാണ് ഒരു എക്സാമ്പിൾ. ഇപ്പൊ എത്ര എഴുതാം നമുക്ക്? ഒരു 30 മില്ലിമീറ്റർ. എത്ര ആയിരുന്നു? 30 മില്ലിമീറ്റർ. ഓക്കെ, 30 മില്ലിമീറ്റർ. ശ്രദ്ധിക്കണം എല്ലാവരും. 30 മില്ലിമീറ്റർ, 30 mm. ഇതിനെ എനിക്ക് എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക് മാറ്റണം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? എടാ, മില്ലിമീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ വലിയ യൂണിറ്റ്? എല്ലാവർക്കും അറിയാം സെന്റിമീറ്റർ സാറേ വലിയ യൂണിറ്റ്. വലിയ യൂണിറ്റിന്റെ അടുത്തുള്ള നമ്പറൊക്കെ ചെറുതേക്കാരം. അങ്ങനെ സാറേ മനസ്സിലായി. എടാ, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണെന്ന് എൻ്റെ മക്കൾ പഠിച്ചില്ലേ? ഇവിടെ കിലോമീറ്റർ അല്ലേ വലിയ യൂണിറ്റ്. പക്ഷെ അതിൻ്റെ അടുത്തുള്ള നമ്പർ വലുതാണോ? അല്ല, ചെറുതാ. യൂണിറ്റ് വലുതാവുമ്പോൾ നമ്പർ ചെറുതാവും. നമ്പർ വലുതാവും. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇവിടെ ചെറിയ യൂണിറ്റിൻ്റെ അടുത്തുള്ള നമ്പർ വലിയ നമ്പറാ. ഈ വലിയ നമ്പറിനെ ചെറുതാക്കിയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ ഇൻറ്റു ആണോ ചെയ്യേണ്ടത്, ബൈ ആണോ ചെയ്യേണ്ടത്? ഇൻറ്റു ആണ് ചെയ്യേണ്ടത്, ബൈ. ചിന്തിക്കണം കേട്ടോ. ഇൻറ്റു ചെയ്താൽ നമ്പർ വലുതാവും അല്ലേ? 2 × 10 20 കണ്ടോ, നമ്പർ വലുതായി. ബൈ ഹരിക്കുമ്പോഴല്ലേ നമ്പർ ചെറുതാവുക? യെസ്. അപ്പൊ നമ്മൾ ഹരിക്കുക ചെയ്യേണ്ടത്. മില്ലിമീറ്റർ സെന്റിമീറ്റർ നമ്മളെ ബന്ധം ചെയ്യുന്നു 10. സോ 10 വെച്ച് നമ്മൾ ഹരിക്കും ഈ നമ്പറിനെ. 30/10 എത്രയാണ് കിട്ടുക? 3 സെന്റിമീറ്റർ. സിമ്പിൾ. എടാ, ഒറ്റ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നോക്കണേ. 70 മില്ലിമീറ്റർ ടു എത്ര സെന്റിമീറ്റർ? സാറേ വലിയ നമ്പറിനെ ചെറുതാക്കണം. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്യണം. 70/10 എത്ര? 7 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾക്കുള്ള ചോദ്യമാണ്. കമന്റ് ബോക്സിൽ അടിപൊളിയായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണേ. 120 മില്ലിമീറ്റർ ടു സെന്റിമീറ്റർ കമന്റ് ചെയ്യണം. ഓക്കെ, ഇത് ഫുള്ളായിട്ട് ഇതിന്റെ ലെങ്ത്തിൻ്റെത്, അതുപോലെ തന്നെ ഇത് മീറ്ററിന് കിലോമീറ്ററിലേക്ക് മാറ്റുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാറ് ലൈവിൽ വരുന്നുണ്ട് 7 മണിക്ക്. സോ അത് ഒരിക്കലും മിസ് ചെയ്യരുത്. അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് നമുക്ക് ഹാപ്പി ആയിട്ട് പഠിക്കാം. സോ ഇറ്റ്സ് യുവർ മിഷാൻ സാർ. ബൈ.